ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ആക്റ്റീവ 3G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നമുക്കതിനകത്ത് പറഞ്ഞിരിക്കുന്ന 2 കംപ്ലയിൻറ്റുകളാണ്. ഒന്ന് സെൽഫിൻ്റെ സൗണ്ട് പറയുന്നുണ്ട്, സെൽഫ് അടിക്കുമ്പോൾ സൗണ്ട്, പിന്നെ റിയർ ഷോക്കപ്പ് ചെക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് സെൽഫ് അടിച്ച വണ്ടി സ്റ്റാർട്ടാവില്ല, സെൽഫ് സ്റ്റാർട്ട് ആവുന്നുണ്ടായില്ല. പിന്നെയുള്ളൊരു കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ വണ്ടി നമ്മൾ ഓടിച്ചു നോക്കി, അതായത് ഷോക്കപ്പിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നമ്മളത് ചെക്ക് ചെയ്യാനായിട്ട് വണ്ടി ഓടിച്ചു നോക്കി. അത് ബാക്ക് ഷോക്കിൻ്റെ ആണ് ചെക്കപ്പ് പറഞ്ഞായിരുന്നു. ബാക്ക് ഷോക്ക് അബ്സർ നമുക്ക് നിലവിൽ വർക്കിങ്ങിന് വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. എഞ്ചിൻ്റെ കേസും തന്നെ റിയർ ഷോക്കിൻ്റെ ബുഷിൻ്റെ ഒരു ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. അതൊഴിച്ചാൽ നിലവിൽ വേറെ കംപ്ലയിൻറ്റ് ബാക്ക് സൈഡിൽ നിന്നില്ല. എഞ്ചിൻ ഹാങ്ങറിൻ്റെ ഈ സൈഡിൽ ബുഷും പോയിട്ടുണ്ട്. അതാണ് മെയിനായിട്ട് നമുക്ക് ബാക്ക് ഷോക്കുമായി ബന്ധപ്പെട്ട് കംപ്ലയിൻ്റ് ആയിട്ട് തോന്നിയേക്കുന്നത്. പിന്നെ ഫ്രണ്ടിലാണ് ശരിക്കും കംപ്ലയിൻറ്റ്. ഫ്രണ്ട് ഷോക്കൊക്കെ ശരിക്കും പോയി കിടക്കുക. ഫ്രണ്ട് ഷോക്ക് അബ്സർ കംപ്ലയിൻ്റ് ഉണ്ട്, ബുഷ് സെറ്റൊക്കെ പോയി കിടക്കുന്നുണ്ട്, ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ കംപ്ലയിൻ്റ് ഉണ്ട്. അതൊക്കെ കോൺസെപ്റ്റ് അടക്കം ഫുള്ള് കംപ്ലയിൻ്റാണ്. ഫ്രണ്ട് സൈഡ് നല്ല രീതിയിൽ കംപ്ലയിൻ്റ് ഉണ്ട്. നിലവിൽ നമ്മുടെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞല്ലോ, സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കും. സാധാരണ രീതിയിൽ നമുക്ക് സെൽഫ് മോട്ടോർ വർക്ക് ചെയ്യേണ്ടതിൻ്റെ ഉള്ളിൽ ഒരു പിടുത്തമില്ലാത്ത രീതിയിലാണ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്യാനായിട്ട് നമ്മളതിൻ്റെ ക്ലച്ച് സൈഡ് നമ്മൾ അഴിച്ചു. ക്ലച്ച് സൈഡ് അഴിക്കുന്ന സമയത്ത് ഇവിടെ നമുക്കതിൻ്റെ മെറ്റൽ പിസറൊക്കെ കിടക്കുന്നത് കാണാം. അതായത് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ മില്ലിങ് പോയേക്കണതാണ്. ഇതിവിടെ നോക്കുമ്പോൾ അറിയാം, ഇതിവിടെ ക്രാങ്കിൻ്റെ മില്ലിങ്, ഇത് ഈ മില്ലിങ് ഇവിടെ കട്ടായി പോയേക്കാം. അതായത് ഈ ഒരു വീല് ഇതിപ്പോൾ കറക്റ്റായിട്ട് ടൈറ്റായിട്ട് നിൽക്കണം. ആ ടൈറ്റ് ചെയ്യാതെ 100% ടൈറ്റ് ആയിട്ടുണ്ടായില്ല. അത് അങ്ങനെ ടൈറ്റ് ആവാതെ വന്നിട്ട് അതങ്ങനെ കിടന്നിങ്ങനെ ചിലമ്പി, അതായത് ശരിക്കും ഇങ്ങനെ വർക്ക് ചെയ്ത് വൈബ്രേഷനിൽ വർക്ക് ചെയ്തിട്ട് ക്രാങ്ക് ഷാഫ്റ്റിൻ്റെ അടക്കം മില്ലിങ് പോയേക്കാം. അപ്പോൾ ഈ ഷാഫ്റ്റ് അടക്കം മാറ്റിയാലാണ് നമുക്ക് റെഡി ആവുള്ളൂ. ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ്റെ മെയിൻ പാർട്ടാണ്. അതിൻ്റെ മില്ലിങ് പോയേക്കുമ്പോൾ നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. അത് പുതിയ ക്രാങ്ക് മേടിച്ച് മാറ്റി കളയാനാണ് പറ്റുള്ളൂ. അപ്പോൾ നിലവിൽ ഇത് അഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എഞ്ചിൻ അഴിച്ച് ചെയ്യേണ്ട കേസാണ്. ഏകദേശം നമുക്ക് ചുരുങ്ങിയത് ആക്റ്റീവ മോഡൽ വണ്ടിയുടെയൊക്കെ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ സിലിണ്ടർ പിസ്റ്റൺ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ തന്നെ, അതായത് ഇപ്പോൾ നിലവിൽ സിലിണ്ടർ പിസ്റ്റൻ്റെ കംപ്ലയിൻറ്റ് ഒരു പക്ഷേ വണ്ടിക്ക് ഉണ്ടാവാം. കാരണം ഞാൻ അതിൻ്റെ ഓയിൽ നോക്കുമ്പോൾ ഓയിൽ ലെവൽ ഉണ്ടായില്ല. ജസ്റ്റ് ഞാനപ്പോൾ ഒന്ന് അഴിച്ചു നോക്കിയത്. അപ്പോൾ ഓയിൽ ലെവൽ കുറവുണ്ട്. ഓയിൽ തീരെ മോശമല്ല, പക്ഷേ ലെവൽ കുറവ് കാണുന്നുണ്ട്. അത് പക്ഷേ നമുക്ക് എന്താണ് അതിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ എന്നൊക്കെ പുറമേ നിന്ന് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് അഴിച്ചു നോക്കിയാൽ തന്നെയാണ് അറിയാൻ പറ്റുള്ളൂ. ഈ ക്രാങ്ക് ഷാഫ്റ്റ് മാറ്റാൻ വേണ്ടി അഴിച്ചാൽ പോലും നമുക്ക് ചിലപ്പോൾ സിലിണ്ടറിൻ്റെ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ തയ്യാറായിട്ട് വേണം അഴിക്കാനായിട്ട്. നോർമലിൽ ആക്റ്റീവ മോഡൽ വണ്ടിയുടെ ക്രാങ്ക് സിലിണ്ടറൊക്കെ മാറ്റി വരുമ്പോൾ ഏകദേശം ഒരു 15 രൂപ തുടങ്ങിയിട്ട് 17 രൂപ വരെ, 15,000 രൂപ തുടങ്ങി 17,000 രൂപ വരെയൊക്കെ നോർമൽ രീതിയിൽ ചിലവുകൾ വരാറുണ്ട്. അത് നമ്മളുടെ ഓരോ വണ്ടിയുടെയും ഉപയോഗിച്ച രീതിയൊക്കെ അനുസരിച്ച് വ്യത്യാസം വരാം. അതിൻ്റെ ഉള്ളിലത്തെ കംപ്ലയിൻസൊക്കെ പോലെ ഏതെങ്കിലും കൂടുതൽ പാർട്സുകളൊക്കെ ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അനുസരിച്ച് വ്യത്യാസം വരാം. ഇത് കമ്പനി ഒറിജിനൽ പാർട്സുകൾ മാറ്റി ചെയ്യുമ്പോൾ വന്ന ചിലവാണ് ഞാനിപ്പോൾ പറഞ്ഞത് കേട്ടോ. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഈ ഒരു കംപ്ലയിൻറ്റ് വരാനുണ്ടായ കാരണം ഈ വീലഴിച്ചിട്ട് ടൈറ്റ് ചെയ്ത സമയത്ത് 100% ടൈറ്റ് ആയിട്ടുണ്ടായില്ല എന്നുള്ളതാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക. അങ്ങനെ 100% ടൈറ്റ് ആവാണ്ട് വരുമ്പോഴാണ് അതിനൊരു ഫ്രീ പ്ലേ ജനറേറ്റ് ചെയ്യും. അത് ഇങ്ങനെ ശരിക്കും ജർക്കിങ് പോലെ കാണിച്ചിട്ട് ഈ മില്ലിങ്ങൊക്കെ പോകാനായിട്ടുള്ളൊരു റീസൺ അതാണ്. കാരണം ഈ അടുത്ത് ഈ വീലൊക്കെ അഴിച്ച് മാറ്റിയേക്കണതാണ്. ഈ സംഭവമൊക്കെ മാറ്റി പുതിയത് ഇട്ടേക്കണതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എടുത്ത് പറഞ്ഞതിൻ്റെ കേസ്. ഇത് കമ്പനി ആയിട്ടല്ല നമ്മൾ കിടക്കുന്നത്, ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടാണ്. ഷോറൂമിലൊന്നും കയറ്റിയേക്കണതല്ല, ഡ്യൂപ്ലിക്കേറ്റ് പാർട്സാണ് നമ്മൾ കിടക്കണത് കേട്ടോ. അപ്പോൾ അങ്ങനെ പാർട്സിൻ്റെ പ്രശ്നമല്ല, ഇത് അഴിച്ച് ടൈറ്റ് ചെയ്തപ്പോൾ 100% ടൈറ്റ് ആയിട്ടുണ്ടായില്ല. അതാണ് അതിൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് ക്ലിയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എഞ്ചിൻ്റെ ഭാഗമായതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് അഴിച്ചിട്ട് ചെയ്താലാണ് റെഡി ആവുള്ളൂ. അതേപോലെ തന്നെ വണ്ടിക്ക് അത്യാവശ്യം മെയിൻ്റനൻസ്, ഇപ്പോൾ ഫ്രണ്ടിലൊക്കെ ആയാലും ബ്രേക്ക് കേബിളുകൾ, ബുഷ് കാര്യങ്ങളൊക്കെ കംപ്ലയിൻറ്റ് ഉള്ളത് കൊണ്ട് അതും കൂടി ക്ലിയർ ചെയ്യുന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പറയാം. എന്തായാലും വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ട് ഇൻഫോം ചെയ്യുക. അതും പ്രകാരം നമുക്ക് അഴിച്ച് ക്ലിയർ ചെയ്യണമെങ്കിൽ ആ രീതിയിൽ ചെയ്യാം. അതല്ലെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീഡിയോ കണ്ടതിന് ശേഷം പറയണം. എന്നാലാണ് നമുക്കതനുസരിച്ച് വണ്ടി ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ.